ആസിഫ് അലിയുടെ ഈ കമന്റ് നമ്മുടെ ഒരു വീഡിയോയുടെ താഴെ കണ്ടപ്പോ അങ്കമാലി മാങ്ങാക്കറി കഴിച്ചിട്ടുണ്ട്. ഇവൻ അതിനെ സ്നേഹിക്കുന്ന കാണുമ്പോ അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ നല്ല അങ്കമാലി മാങ്ങാക്കറി. അപ്പോൾ പച്ച മാങ്ങ എടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കുറച്ച് വിനേഗർ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് ചെറിയ ഉള്ളിയും വലിയുള്ളിയും ഇഞ്ചിയും കുറച്ച് വിനേഗറും പച്ചമുളകും കറിവേപ്പില ഇടുന്നുണ്ട് കറിവേപ്പില ഇടാം. എന്നിട്ട് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരു 10-15 ചെറിയ ഉള്ളിയും 2 വലിയ ഉള്ളിയും എടുത്തിട്ടുള്ളത്, പിന്നെ 2 പച്ചമുളകും. ഇത് നന്നായിട്ട് അങ്ങോട്ട് ഇങ്ങനെ പിഴിഞ്ഞ് മിക്സ് ചെയ്യണം. അതിലാണ് ഇതിൻ്റെ കളി മൊത്തം. പിന്നെ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടിയിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം തന്നെ നല്ലൊരു മണം വരും. പിന്നെ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായ പച്ചമാങ്ങയും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. തേങ്ങയുടെ 2ാം പാല് കുറച്ച് ഒഴിക്കണം. എന്നിട്ട് അത് അടുപ്പിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് തേങ്ങയുടെ കുറച്ച് 2ാം പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് ബാക്കിയുള്ള തേങ്ങയുടെ 1ാം പാലും കൂടി ഒഴിച്ചിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യുക. സംഭവം റെഡിയാണ്. കുറച്ച് വറ്റൽമുളകും ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടി നന്നായിട്ടൊന്ന് ഇതാക്കിയിട്ട് അതിലേക്ക് ഇടാം. സംഭവം റെഡിയാണ്. അപ്പോൾ എന്തായാലും